ഹലോ, ഗിൽഡ സ്റ്റുഡിയോയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു അനാർക്കലി ചുരിദാറാണ് തയ്ച്ചത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കർട്ടനാണ്. കർട്ടൻ എങ്ങനെ ചെയ്യണമെന്ന് മിക്കവാർക്കും എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരികയാണ്. സാധാ ഒരു കർട്ടനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കർട്ടൻ്റെ മെറ്റീരിയൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കർട്ടൻ്റെ മെറ്റീരിയൽ. വൈറ്റിലാണ് നമുക്കിപ്പം ചെയ്യാൻ പോകുന്നത്. ഇതാണ് കർട്ടൻ്റെ മെറ്റീരിയൽ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ കർട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്ന മെറ്റീരിയൽ. ഒരു നെറ്റ് മെറ്റീരിയലാണ് വാങ്ങിച്ചിരിക്കുന്നത്. വൈറ്റ് കർട്ടനാണ് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കർട്ടനാണെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയലിന് സാധാ കർട്ടൻ്റെ മെറ്റീരിയലിന് 44 ഇഞ്ച് വീതി ഉണ്ടാകും. ഇപ്പം ഇതിനാണെങ്കിൽ 56 ഇഞ്ച് വീതി ഈ കർട്ടന് തന്നെ മെറ്റീരിയലിന് തന്നെ 56 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കാൻ പോകുന്നത് ലെന്താണെങ്കിൽ 2 മീറ്റർ 2.25 മീറ്ററിൻ്റെ നീളമാണ്. 2.25 മീറ്റർ എന്ന് പറഞ്ഞാൽ 210 ഇഞ്ചാണ്. 210 അല്ല, 1 മീറ്റർ ആണെങ്കിൽ 40 ഇഞ്ചാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ 2 മീറ്ററും 2.25 മീറ്റർ വേണം. അപ്പോഴാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് 90 ഇഞ്ച് നീളത്തിലാണ് നമ്മളിത്, മീറ്ററല്ല 95 ഇഞ്ച് വീതിയിലാണ് കർട്ടൻ, ഫുൾ ലെന്തിലെ കർട്ടനാണിത്. അപ്പോൾ നമുക്ക് നീളം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വീതി ഇത് തന്നെയാണ്. വീതി നല്ല വീതിയുള്ള 4 പാളി ജനലും 3 പാളി ജനലിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മളിത് നല്ല ഭംഗിയായിട്ട് കിടക്കണമെങ്കിൽ 4 പാളിക്ക് 4 പീസ് കർട്ടനും 3 പാളിക്ക് 3 പീസ് മെറ്റീരിയലുമാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ലെന്തിൽ അളന്നിട്ടിട്ടുണ്ട്. ഈ ലെന്ത് വരുന്നത് ഇപ്പോൾ ഇത്രയും ലെന്ത് വരുന്നത് ഒരു 90 ഇഞ്ച് ആണ്. 90 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അത് അളന്നിട്ടാണ് ഞാനിത് മുറിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ 90 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മളിതാ മുറിച്ചെടുക്കുകയാണ്. വീതി നമുക്കിത് വന്നിരിക്കുന്നത് നല്ല വീതിയിലാണ് വന്നിരിക്കുന്നത്. ചിലതാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ 45 ഇഞ്ച് 44 ഇഞ്ചൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളെല്ലാ പീസും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാ പീസുമാണ്. നമ്മൾ ഒരു പാളിയിൽ തന്നെ ഒരു ജനലിൽ തന്നെ ഒരെണ്ണമല്ല ഇടുന്നത്. വീതി അനുസരിച്ച് നമ്മൾ 4, 5, 3 പീസ് നമുക്ക് ചെയ്യാൻ പീസായിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് വരുന്ന നീളം ഇത്രയും ലെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 4 ഇഞ്ചോളം നമുക്ക് താഴെ മടക്കി വെക്കാനുള്ളതാണ്. അപ്പോഴേ ഇതാണെങ്കിൽ ഇതാണ് ഇത്രയും ലെന്താണ് ഒരു കർട്ടന് ഒരു ജനലിൻ്റെ നീളം. നമുക്ക് ഫുൾ ലെന്തിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് 56 ഇഞ്ചാണ് ഇവിടെ വീതിയായി വന്നിരിക്കുന്നത്. നമുക്ക് വീതി അനുസരിച്ച് ഓരോ ജനലിലും നമുക്ക് ഒരു പീസ് ഇടണോ അല്ല 2 പീസ് ഇടണോ 3 പീസ് ഇടണോ, അത് നമ്മുടെ ഭംഗി അനുസരിച്ച് ഇടുമ്പോഴുള്ള ഭംഗി അനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. താഴെ നമ്മളൊരു ഇത് കർട്ടനിലാണെങ്കിൽ ചെറുതായിട്ട് മടക്കി വെക്കാൻ പറ്റില്ല. ഇച്ചിരി വീതിയായിട്ട് മടക്കി അടിക്കണം. താഴെ അറ്റത്താണെങ്കിൽ നമ്മളിങ്ങനെ 5 ഇഞ്ച് ഒരു മാക്സിമം ഒരു 5 ഇഞ്ചെങ്കിലും മിനിമം ഒരു 5 ഇഞ്ചെങ്കിലും കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. 5 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി അടിക്കണം. ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോഴാണ് അതിന് കർട്ടന് ഭംഗി ഉണ്ടാവുന്നത്. പിന്നെ ആണെങ്കിൽ മേളിൽ നമ്മൾ കർട്ടൻ ചുമരിൽ തൂക്കുന്ന ഭാഗത്ത് സ്റ്റിക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വേറൊരു ക്യാൻവാസിൻ്റെ ഒരു ഹോളുള്ളൊരു ക്യാൻവാസിൻ്റെ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ ക്യാൻവാസ്, ഹോളുള്ള ക്യാൻവാസ്. ഇതിനാണെങ്കിൽ 4 ഇഞ്ച് വീതിയുണ്ട്. അപ്പം നമ്മൾ ഈ മേളത്തെ ഭാഗം ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ച്ചിട്ട് ഈ ക്യാൻവാസാണ് നമ്മളിതിൽ പിടിപ്പിച്ച് കൊടുക്കേണ്ടത്. അറ്റം വരെ ഈ ക്യാൻവാസ് പിടിപ്പിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിങ്ങനെ പിടിക്കണം. അപ്പം നമ്മളിതിനെ ആദ്യം മടക്കി തയ്ച്ചിട്ട് ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എടുത്തിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് പറയാം.
നമ്മൾ ആവശ്യമുള്ള ലെന്തിലും വീതിയിലും നമ്മൾ എടുത്തതിന് ശേഷം താഴെ മടക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 4 ഇഞ്ചും കൊണ്ട് മടക്കിയിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു 5 ഇഞ്ച് ഇങ്ങോട്ട് മടക്കണം. അങ്ങനെയാണ് നമ്മളിത് മടക്കി അറ്റം മടക്കി അടിക്കേണ്ടത്. അങ്ങനെയാണ് 4 ഇഞ്ച് ഉള്ളിലോട്ട് ഈ സൈഡും കൂടെ നമ്മളൊന്ന് തെച്ചയക്കണം. അല്ലെങ്കിൽ അത് ഹോളിൻ്റെ ഉള്ളിൽ അകത്തോട്ട് ഇതുണ്ടാവും. അങ്ങനെ കാലിഞ്ച് ഉള്ളിലോട്ട് മടക്കുക. എന്നിട്ട് നേരെ ഇങ്ങോട്ട് 5 ഇഞ്ചാണ് നമുക്ക് അറ്റം മടക്കി അടിക്കേണ്ട. 5 ഇഞ്ച് അങ്ങനെയാണ് അളന്ന് നോക്കിയിട്ട് നമ്മൾ തയ്ച്ച് തുടങ്ങുക. താഴെ ഇപ്പം നമ്മൾ 5 ഇഞ്ച് നമ്മൾ മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി മേളിലാണ് നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് വേണ്ട, ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് മടക്കി തയ്ക്കുക. അതിന് ശേഷം നമ്മൾ ക്യാൻവാസ് പിടിപ്പിക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ക്യാൻവാസ് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക. ചെറുതായിട്ടൊരു 4 ഇഞ്ച് പോലെ അങ്ങ് മടക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്യാൻവാസിന് ഈ ഇതിനോടുകൂടി ചേർത്ത് ഈ മടക്കി അകത്തോട്ട് മടക്കി ഈ ഭാഗത്താണ് നല്ല സൈഡ് വിട്ടിട്ട് മോശം സൈഡിലോട്ട് നമ്മൾ ഇതിനെങ്ങനെ അറ്റം കൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ക്യാൻവാസിനെയും കൂടെ ചേർത്ത് ഫിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ആദ്യം ഒരു കെട്ടിട്ടിട്ട് അറ്റം വരെ എത്ര വിത്തുണ്ടോ അതുവരെ നമ്മൾ ഈ ക്യാൻവാസിനെ മുകളിൽ ഇങ്ങനെ പിടിപ്പിക്കാം. നമ്മളിങ്ങനെ തയ്ക്കുക. ഇതാണ് നമ്മൾ കർട്ടൻ്റെ മേളിൽ പിടിപ്പിക്കേണ്ട ക്യാൻവാസ്. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങുമ്പോൾ തന്നെ ഹോളുണ്ട്. നമ്മൾ ഈ ഹോൾ എണ്ണി എടുക്കുമ്പം ഇതിൻ്റെ വീതി, മെറ്റീരിയലിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഹോളും കൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 56 ഇഞ്ച് വീതിയാണ് ഇതിലുള്ളത്. ഇതിൽ 56 ഇഞ്ച് വീതി നോക്കുമ്പോഴത്തേക്കും ഒരു 12 എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈവൻ നമ്പറായിട്ട് എടുക്കണം. 10, 12, 14 ഇങ്ങനെ എടുക്കണം. ഒറ്റ നമ്പർ എടുക്കരുത്. ഒറ്റ നമ്പർ എടുക്കുമ്പോൾ നമ്മൾ ഈ എൻഡ് ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടുമായിട്ടിരിക്കും. അത് വൃത്തികേടാണ്. രണ്ടും ബാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈവൻ നമ്പറിലാണ് ഹോൾ എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഈ മെറ്റീരിയലിന് 12 ഹോൾ എടുക്കാം. നമ്മളത് അനുസരിച്ച് എണ്ണി എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റ് ഇത് ലെവല് പിടിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അതിനനുസരിച്ച് ഉണ്ടാകും. ഇങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതിൻ്റെ ഒരു താഴത്തെ എൻഡ് മടക്കി തെച്ച് മേളിലത്തെ എൻഡിൽ ചെറുതായിട്ട് ഒരു 4 ഇഞ്ച് മടക്കി വെച്ചതിൻ്റെ മേളിൽ കറക്റ്റായിട്ട് ഇത് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ അതിനെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുക. ഇവിടെ മൊത്തം അങ്ങനെ മുകളിൽ യോജിപ്പിച്ചതിന് ശേഷം ഈ സൈഡും കൂടെ നമുക്ക് ഇത് നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട്
ഇങ്ങനെ വയ്ക്കണം. വെച്ചിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങറ്റവും കൂടെ നമ്മളിങ്ങനെ അങ്ങ് അറ്റം വരെ വെച്ച് കൊടുക്കുക. ഈ സൈഡും കൂടെ ഇങ്ങനെ നേരെ ലെവൽ ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങറ്റം വരെ കൊണ്ടുപോവുക. അതിന് ശേഷം ബാക്കിയുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ അറ്റം കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തി, ഇവിടെ കുത്തി നിർത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിനെ സൈഡ് വളച്ച് ഈ അറ്റവും കൂടെ അങ്ങനെ തെച്ച് കഴിഞ്ഞാൽ ഇപ്പം കംപ്ലീറ്റ് നമ്മൾ കറക്റ്റ് അതിൽ തന്നെ നമ്മൾ വാങ്ങുമ്പം ഹോളുണ്ട്. അപ്പം നമ്മൾ തയ്ക്കുന്ന മെറ്റീരിയൽ ഹോളില്ലല്ലോ. ഇനി ഈ ഭാഗത്തുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ ഈ ഹോള് ഇടണം, ഇവിടുത്തെ കട്ട് ചെയ്ത് ഹോൾ ഇടണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ക്യാപ്പ് പിടിപ്പിക്കേണ്ടത്. ഇതിനുള്ള ക്യാപ്പ് ക്യാൻവാസ് വാങ്ങുന്ന കടയിൽ തന്നെ നമുക്ക് കിട്ടും. അത് ഹോൾ വെട്ടേണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ 4ആയിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത്രയും മെറ്റീരിയൽ ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അതിന് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എടുക്കുമ്പോഴത്തേക്ക് ഇതാ ഹോള് ഇങ്ങനെ ഇവിടെ അത്രയും ഹോളായി. ഇതുപോലെ ഈ എല്ലാ ഹോളും നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി ക്യാപ്പ് എങ്ങനെയാണ് വയ്ക്കണമെന്ന് പിന്നീട് പറയാം. അത് കട്ട് ചെയ്തിട്ട് പറയാം. ഇത് ക്യാപ്പ് ഇതിൽ വയ്ക്കുന്ന ഹോള് വയ്ക്കുന്ന ഇതാണ് അടിയിലോട്ട് വയ്ക്കുന്ന അടപ്പ്. അപ്പം നമ്മളത് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്താണ് ഈ സ്റ്റീലിൻ്റെ വരേണ്ടത്. ബാക്കിലാകുമ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിച്ചിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ആയിക്കഴിഞ്ഞു ഇങ്ങനെ തുണി വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അടപ്പ് ഇതിനെ നമ്മൾ ഇവിടെ ലോക്കുണ്ട്, ഇതിൽ കൂടെ വെച്ച് ഇങ്ങനെ പിടിപ്പിക്കണം. ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ അടപ്പ്. ഇതിൽ കാണുന്ന ഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ചെയ്യേണ്ടത്. ഇത് എല്ലാ ഹോളും എല്ലാത്തിലും ഹോളിട്ടിട്ട് ഇതേപോലെ ക്യാപ്പ് ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കർട്ടൻ കോർക്കേണ്ടതെന്ന് പറയാം. ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ പ്രോഡക്റ്റ്. കണ്ടല്ലോ, എല്ലാ ഹോളിലും നമ്മളിത് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിൽ അതിൻ്റെ ക്യാപ്പും വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കർട്ടൻ ചെയ്യേണ്ടത്. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഈ ഹോളിൽ കൂടെയാണ് നമ്മൾ ആ സ്റ്റിക്കിനെ കോർത്ത് ഇങ്ങനെ ഇതുപോലെ പ്ലീറ്റ് എടുക്കുന്നത് പോലെ ഇങ്ങനെയാണ് കോർക്കേണ്ടത്. ഇങ്ങനെ കോർത്ത് വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഈ എൻഡും ഈ സൈഡ് ഉള്ളിലോട്ടാണ് ഇരിക്കേണ്ടത്. അങ്ങനെ ഇതിങ്ങനെ ഞൊറിഞ്ഞ് കിടക്കും. ഇതാണ് അവസാനത്തെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ എത്ര പീസ് വേണോ അതിൻ്റെ ജനലിൻ്റെ വീതി അനുസരിച്ച് നമ്മളിത് കോർക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ കർട്ടൻ തെച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.